സ്നേഹത്തിൻ്റെ വീതിയുയരങ്ങളും നീളവും ആഴങ്ങളും ആരാഞ്ഞിടുന്നേ. ദൈവത്തിൻ സ്നേഹത്തിൻ്റെ വീതിയാകാതെ എന്നപ്പനായി വേല ചെയ്യും. അങ്ങനെ 2025 തീരുകയാണ്. 2026 നമ്മൾ കടക്കുകയാണ്. ഒരു വർഷം കൂടെ നമ്മളെ വിട്ടുപോയി. ഇനി നമ്മുടെ കർത്താവിന് വേണ്ടി ഓടുവാൻ ഉള്ള സമയം അല്ലേ അല്ലേ സുനിലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇനിയുള്ള നാൾ പാഴാക്കാതെ കർത്താവിനായിട്ട് ഓടണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷയുടെ പേര് തന്നെ ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്ന്. ഞങ്ങളിങ്ങനെ തിങ്കളാഴ്ച ദിവസം രാവിലെ നിലമ്പൂർക്ക് പോവുകയാണ്. എന്റെ കൂടെ സഹോദരന്മാരുണ്ട്. ജോസ് ബ്രദർ പുറകിലിരിക്കുന്നു. അതുപോലെ കുര്യൻ ബ്രദർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ ഈ പരുവാക്കി കർത്താവ് ഒടിച്ചു മടക്കി എടുത്ത കഥ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജോസ് ബ്രദറിനോട്. അല്ലേ ജോസ് ബ്രദറെ? ആ സോദരൻ ജോസ് ബ്രദറിനെ ഒടിച്ചു മടക്കുക എന്നാ തോന്നുന്നത്. ഹല്ലേലൂയ. സുനിൽ ബ്രദർ നല്ലൊരു വർക്ക്ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. തന്നെ ഓടിച്ചു മടക്കി സുവിശേഷകനാക്കി. ആക്കിയോ സുനിലെ? അതെ, സംശയമില്ല. അങ്ങനെ നമ്മുടെ കുര്യൻ ബ്രദർ ആണെങ്കിൽ സ്തോത്രം കുടുംബമൊക്കെ കുവൈറ്റിലാണ് ഇപ്പോഴും. താന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി നാട്ടിലോട്ട് പോകുന്നതാണ്. കോട്ടയത്ത് വന്ന് 10 കൊല്ലം മുമ്പ് ഒരു 65 ലക്ഷം രൂപ കളഞ്ഞപ്പം ഒളിച്ചിരിക്കാനായിട്ട് എവിടാ മൈസൂരിൽ പോകാൻ തുടങ്ങി. ഒളിച്ചല്ല, ഓടിച്ച് മടക്കി കർത്താവിഞ്ഞ് കൊണ്ടുപോകുന്നു. ഒളിച്ചു മടക്കി കൊണ്ടുവന്ന് ഒരു ദൈവദാസനാക്കി, പ്രോഫറ്റാക്കി. എന്തെല്ലാം കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളാ കടന്നുപോയ സംഭവങ്ങളൊക്കെ, പ്രശ്നങ്ങളൊക്കെ അത് അനുഭവിച്ചപ്പം വലിയ പ്രയാസകരമായിരുന്നല്ലേ? പക്ഷേ അതിലൂടെ പോയത് കൊണ്ടാണ് ഇന്നൊരു ശുശ്രൂഷകനായതിൽ സുനിൽ ബ്രദറിന് എന്തെങ്കിലും ഒരു ശ്വാഗണ്ടായിരുന്നെന്ന് തോന്നാറുണ്ടോ? ഒരിക്കലും മൈക്ക് ചുളിങ്ങനെ പിടിക്കുന്നില്ല. ഒരിക്കലുമില്ല. കർത്താവിനെ അറിഞ്ഞതും ശുശ്രൂഷകനായതുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് ആണെന്ന് ഞാൻ കരുതുന്നത്. ഓക്കെ. അതുകൊണ്ട് ഈ ആൾക്കാർക്ക് ഒരു തോന്നൽ വരുന്നതിന് എന്താണ്, ചിലക്ക് ഞാനും വിശ്വാസി വരുന്നതിന് മുമ്പേ ഇതെല്ലാം പൈസ ഉണ്ടാക്കുന്ന മാർഗമാണ്. കുഞ്ഞവറാച്ചാനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന താഴെ പെന്തിക്കോസ് ആരാണ് നടക്കുന്ന സായിപ്പൊക്കെ വരുമ്പോഴേ അവരോട് അടുത്തപ്പോഴല്ലേ പിടി കിട്ടിയത്. പൈസയേക്കായി വലുത് കിട്ടിയവരാണ്. ആണോ അല്ലയോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം കുര്യൻ ബ്രദർ സ്തോത്രം ഇങ്ങനെ സുവിശേഷകനായത് മണ്ടത്തരായെന്ന് വല്ലതും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. പിന്നെ ഈ ഇതിനു മുന്നേ ലക്ഷക്കണക്കിന് പൈസ കയ്യിലുണ്ടായിരുന്ന സമയത്തേക്കാൾ ഇന്ന് ഈ കർത്താവിന്റെ വേലയായിട്ട് നടക്കുമ്പോഴാണ്, ആ കർത്താവ് നടത്തുമ്പോഴാണ് വലിയ സന്തോഷവും സമാധാനവും, കുടുംബത്തിന് വലിയ സ്വസ്ഥത, മറ്റുള്ളവർക്ക് വലിയ സ്വസ്ഥത, അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കാൻ കർത്താവിന്റെ വേലയിൽ നടക്കുമ്പോഴാണ് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേല എന്നൊക്കെ വെച്ചാൽ എല്ലാവർക്കും പാസ്റ്റർ ആകണമെന്ന്. പാസ്റ്റർ ഒന്നും ആകണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ഈ യേശുവിന്റെ സ്നേഹം ഒരാളുമായിട്ട് കർത്താവിനെ അറിഞ്ഞ ഒരാൾക്ക് ഇത് പങ്കുവെക്കാതിരിക്കാനൊക്കത്തില്ല. ഇന്നലത്തെ നമ്മുടെ മനോരമയിലൊക്കെ വന്ന ഫുൾ പേജ് തങ്കുബറിന്റെ സാക്ഷ്യവും ട്രാക്ട് കണ്ടായിരുന്നു. തങ്കുബർ എന്നോട് പറയായിരുന്നു, കർത്താവ് ജീവിതത്തിൽ ചെയ്ത് അതിനകത്ത് പ്രത്യേകിച്ചൊരു കാര്യം എഴുതി, നിങ്ങൾ ആരെ സ്വർഗീയ വിരുന്നിലേക്ക് വിളിക്കാനോ? ഒന്നുമല്ല, ഈ യേശുവിന്റെ സ്നേഹം. ഞാന് വാസ്തവത്തിൽ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ എത്ര നാൾ കഴിഞ്ഞാ ഞാനൊരു സഭയിൽ പോകുന്നു. മനസ്സിലായോ? അത് സഭയിലല്ലല്ലോ യേശുവിന്റെ സ്നേഹം ഇരിക്കുന്നു. അപ്പൊ ആ യേശുവിന്റെ സ്നേഹം അറിഞ്ഞ രാത്രിയിൽ എന്റെ ജീവിതം മാറി, മദ്യപാനം മാറി. വീട് മുഴുവൻ പ്രശ്നങ്ങളാന്ന് ഓർക്കണം. രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞങ്ങളുടെ ബാങ്ക് തകർന്ന്, ഞങ്ങളുടെ എസ്റ്റേറ്റും എല്ലാം പോയി തകർന്ന് നശിച്ചു കിടക്കുക.
വീട്ടിൽ നിന്ന് വഴക്കലോകിയും, ഒരു പെങ്ങളുടെ ഡയാലിസിസ് ചെയ്യുന്നു, ഒരു പെങ്ങളുടെ മാനസിക പ്രശ്നം, അമ്മയ്ക്ക് ഇത് കാരണമുള്ള ഡിപ്രഷൻ. പിടികിട്ടിയോ? നിങ്ങൾ ആ വീടിന്റെ അവസ്ഥ ഒന്ന് ഓർത്തേ സഹോദരങ്ങൾ. അങ്ങനെ ഒരു വീട് നമ്മളൊരു സിനിമയിൽ പോലും കണ്ടിട്ടുണ്ടോ? അവിടെ ഒരൊറ്റ രാത്രി കൊണ്ട് ഈ കർത്താവ് ഈ സമാധാനം നമുക്ക് തന്ന നമ്മൾ കാണുന്ന ഒരാളോട് പറയുകയോ ഇല്ലയോ? പറഞ്ഞു പോവുകയല്ലേ. നമുക്കിപ്പോ ഒരാള് വെള്ളം കുടിക്കാനില്ലാതെ കുറെ പേര് ദാഹിച്ചിരിക്കുക. ദാഹിച്ചിരിക്കുമ്പോൾ ഈ മരുഭൂമിയില് ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഇതുണ്ടല്ലോ, മരുഭൂമിയിൽ ഇവര് യാത്രക്കാര് പോകും, കാരവൻസ്, അവര് കൂട്ടങ്ങളായിട്ട് യാത്ര ചെയ്ത് പോകുമ്പോ പഴയ കാലത്ത് ഇടയ്ക്ക് അവരുടെ വെള്ളം ഉദ്ദേശിക്കുന്നിടത്ത് ചെല്ല് പറ്റിയില്ലെങ്കിൽ വെള്ളം തീരും ഈ ഒട്ടക കൂട്ടങ്ങളില്. ഉടനെ ഇവരിൽ ചിലരെന്ത് ചെയ്യും, ചെറുപ്പക്കാര് 4 വശത്തോട്ട് ഇവര് പോകുന്നാ പറയുന്നത്. പോയിട്ട് ഒരു കൂട്ടരെങ്കിലും ഈ വെള്ളം ഉള്ളടം കണ്ടുമുട്ടിയാൽ അവിടുന്ന് വിളിച്ചു പറയണമെന്നോ, വരികോന്ന്. പിടികിട്ടിയോ? അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം തീരുന്നിടത്ത് ഒരു വാക്കുണ്ട്, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേട്ടിട്ടുണ്ടോ? അത് PG മാസ്റ്റർ പാസ്റ്റർ എന്നെ പഠിപ്പിച്ച്. പിടികിട്ടിയോ? അപ്പൊ അവര് വരിക എന്ന് പറയുമ്പോ അതിന് ഏറ്റവും അടുത്തുള്ള ആളത് കേട്ടാ ചെന്ന പറയണം, വരിക, ഈ മരുഭൂമിയിൽ വരിക 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 എന്നിങ്ങനെ മുഴങ്ങും. പിടികിട്ടിയോ? അപ്പം കർത്താവിനെ അറിഞ്ഞ ഒരാള്, ആ സന്തോഷ സമാധാനവും കിട്ടിയ ഒരാൾ, അയാൾ കാണിച്ചായിട്ട് എന്തോ പറയും, വരിക എന്ന് പറയും. അത് മതപരിവർത്തനല്ല, അല്ലേ? ജീവിതമാണ്. കള്ളു കുടിച്ച് സമാധാനമില്ലാതെ വീട്ടിൽ സ്വസ്ഥത ഇല്ലാത്ത ഒരാള്. വേറെ ഇപ്പൊ ഈ വരിക എന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം പറയാം. ഇന്നലത്തെ ആ പത്രത്തിലുള്ള തങ്കുവറിന്റെ ആ ട്രാക്ട് കണ്ടിട്ട് എന്റെ കുടുംബത്തിൽ നിന്ന് 2 പേര് വിളിച്ചോ ന്യൂ ഇയർ മീറ്റിങ്ങിന് അവര് വരികയാണെന്ന്. എന്നെ വളരെയധികം വിശ്വാസ ജീവിതത്തിൽ വന്നതിന് വേണ്ടി എതിര് പറയുകയും ചെയ്ത ആളാണ്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഇന്നലെ വിളിച്ചിട്ട് ഈ പത്രത്തിൽ കണ്ട സംഭവം കണ്ടിട്ട് വരിക. അപ്പൊ ഞാനൊരു കാര്യം അതിന്റെ കൂടെ പറഞ്ഞു, ഞാൻ സാധാരണ നമ്മുടെ ദേശത്തു നിന്നൊക്കെ ഒരു വണ്ടി ഇട്ടാണ് ആൾക്കാർ വരാറുള്ളത്. ഇന്ന് ഞാൻ ഒരു വണ്ടിയോട് ഈ പ്രാവശ്യം അധികം ഇടുവാണെന്ന് പറഞ്ഞു. സഹോദരൻ വണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യം ഒരു ഇന്നോവയിൽ ആള് വരുന്നുണ്ട് അവിടെ. അതെ, മറ്റന്നാളാണ് ഡിസംബർ 31. സ്തോത്രം. ഈ വർഷം തീരുക. യേശുവിന്റെ കൈ പിടിച്ച് നമുക്ക് 2026 കേറണ്ടേ? ഹല്ലേലൂയ. അതുകൊണ്ട് 5 മണിക്ക് തുടങ്ങും. ഈ തവണ നമ്മുടെ DGS ദിനകരൻ അങ്കിളിന്റെ സ്റ്റെല്ല ആന്റിയെ ആദരിക്കുന്നത് കൊണ്ട് പോൾ ദിനകരനും കുടുംബമായിട്ട് ശുശ്രൂഷിക്കുന്നു. അവരായിരിക്കും ആദ്യ പകുതിയിൽ ശുശ്രൂഷിക്കുന്നത്. റീച്ചിന്റെ പ്രോഗ്രാം ഉണ്ട്, ആദ്യം അവര് ശുശ്രൂഷിക്കണം. 5 മണിക്ക് തന്നെ വരണം. ഇത്തവണ സ്റ്റേഡിയത്തിൽ ഇട കിട്ടണ്ടേ? എല്ലാരും ഓടി വരണം. വലിയൊരു ദൈവപ്രവൃത്തി നടക്കും. സ്തോത്രം. വരിക എന്ന് ഞങ്ങൾ പറയുന്നു. വെള്ളം കുടിക്കാനില്ലാതെ നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. കുവൈറ്റ് യുദ്ധകാലത്ത്, സോരം കുവൈറ്റിലായിരുന്നു. നിങ്ങളൊക്കെ കുവൈറ്റിന് മുമ്പ് പോകുന്നതിന് മുമ്പായിരുന്നു കുവൈറ്റ് വാർ, അറിയാമല്ലോ. ഈ കുവൈറ്റിലേക്ക് ഇവര് സദാം ഹുസൈന്റെ ഇറാഖിൽ നിന്ന് വാറുണ്ടായ സമയത്ത് ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്കാരെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി വന്നു. അന്നേരം അവിടുന്ന് കുവൈറ്റിൽ നിന്ന് ഓടി അമ്മാൻ അടുക്കലുള്ള ഒരു നോമാൻസ് ലാൻഡ്, ഒരു രാജ്യത്തിന്റെ അല്ലാത്ത സ്ഥലത്ത് വലിയ ടെന്റൊക്കെ കിട്ടി ദിവസങ്ങളോളം ഇവര് കിടന്നു. അന്ന് കുവൈറ്റില് കോടീശ്വരരായി നമ്മുടെ മലയാളികൾ അവിടെ പോയവര് പലരും. അവരമ്മാനെ നോമാൻസ് ലാൻഡിൽ ഒരു കുപ്പി വെള്ളത്തിന് എന്ത് ചെയ്തു? കാവല് നിന്നു. ഒരു കുപ്പി വെള്ളത്തിനും ഒരു തക്കാളിക്കും ക്യൂ നിന്നു കോടീശ്വരന്മാര്. അത് കണ്ടപ്പോ കർത്താവ് എനിക്കൊന്നൊരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഒത്തിരി പരസ്യമായിട്ടില്ല. മനുഷ്യ കൈയാൽ പടുത്തുയർത്താൻ സാധ്യമല്ലാത്ത, മനുഷ്യ കൈയാൽ പടുത്തുയർത്താൻ സാധ്യമല്ലാത്ത നഗരമൊരുക്കുന്നുണ്ടെനിക്കാൽ പ്രാണപ്രിയനിപ്പോൾ. ഒരു നഗരമൊരുക്കുന്നുണ്ടെനിക്കാൽ പ്രാണപ്രിയനിപ്പോൾ. ഇവര് പാലായനം ചെയ്യല്ലേ? അപ്പൊ ആ നമുക്കൊരുക്കുന്ന സ്വർഗഭവനത്തെ കുറിച്ച് അടുത്തൊരു ലൈൻ ഇങ്ങനെ കർത്താവ് തന്നെ, പാലായനവും വേണ്ടിനി അവിടെ പ്രാണരക്ഷയ്ക്കായി, പാലായനവും വേണ്ടിനി അവിടെ പ്രാണരക്ഷയ്ക്കായി,
ആത്മരക്ഷയെ നേടിയവരാണതിൽ അന്തേവാസികൾ. ആത്മരക്ഷയെ നേടിയവരാണതിൽ അന്തേവാസികൾ. എങ്ങനെയുണ്ട് ഭാഷ? നല്ല രസമുണ്ട്. എന്റെ ഒടുവിലത്തെ ലൈനിതാ: ഹല്ലേലൂയ പാടും കൂട്ടർ വാഴുന്നുണ്ടവിടെ. പാടിക്കേ. ഹല്ലേലൂയ പാടും കൂട്ടർ വാഴുന്നുണ്ടവിടെ. നാമും പാടും ഹല്ലേലൂയ അവരോടൊത്തൊരു നാൾ. നാമും പാടും ഹല്ലേലൂയ അവരോടൊത്തൊരു നാൾ. അങ്ങനൊരു ഭവനം ഒരുങ്ങുന്നു. ഹല്ലേലൂയ. അപ്പം ദാഹത്തിന്റെ വില കുവൈറ്റിലെ സമ്പന്നന്മാരറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്: മതം മാറാനുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ എന്നല്ല, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. ഇവിടെ സമാധാനത്തിന് ദാഹിക്കുന്നവൻ യേശുവിന്റെ അടുക്കൽ ചെല്ലുവന്നേ. ഒരു സത്യാന്വേഷി യേശുവിൽ ചെന്നിരിക്കും. ഒരാൾ ജീവിതത്തിൽ സത്യം അന്വേഷിക്കുന്ന ആളാണോ, അയാൾ ഫൈനലി എവിടെ ചെല്ലും? മനസ്സിലായോ? ആ വിദ്വാൻമാർ യേശുവിന്റെ ജനനത്തിങ്കിൽ അവര് ഭാരതീയരായിരുന്നു എന്നാ പറയുന്നത്, മഹർഷിമാരായിരുന്നു, വിശ്വാമിത്ര മഹർഷിയും കൂട്ടരുമായിരുന്നു ഒക്കെ പറയുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇഫ് യു ആർ എ ട്രൂത്ത് സീക്കർ യു വിൽ റീച്ച് ക്രൈസ്റ്റ്. ക്രിസ്തു അല്ലാതെ ഒരു സത്യമില്ല. ഞാൻ തന്നെ സത്യം, ഞാൻ സത്യം കാണിച്ചു തരാമെന്നല്ല യേശു പറഞ്ഞു. ഞാൻ സത്യങ്ങളിൽ ഒരു സത്യമാണെന്നല്ല പറഞ്ഞു. പല സത്യങ്ങളിൽ ഒരു സത്യമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാ. ഇനി ആരെല്ലാം തടഞ്ഞാലും, സുവിശേഷത്തിനെതിരെ നീങ്ങിയാലും, ദാഹത്തോടെ എനിക്ക് സത്യദൈവത്തെ കാണണമെന്ന് പ്രാർത്ഥിച്ചാൽ അവനെന്ത് ചെയ്യും? കാണും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാധു സുന്ദർ സിംഗ് ഇല്ലേ, അദ്ദേഹം മിഷണറിമാർക്കെല്ലാം എതിരായിരുന്നു. അന്ന് താൻ പഠിച്ചതൊക്കെ ഒരു മിഷണറി സ്കൂളിൽ അങ്ങോട്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് തനിക്ക് സമാധാനം ഇല്ലാതായി. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? സമാധാനത്തിന് വേണ്ടി ഒരു സത്യദൈവം ഉണ്ടോ എന്ന് നിലവിളിച്ചു. യേശു പ്രത്യക്ഷപ്പെട്ടു. പിടികിട്ടിയോ? അങ്ങനെയാണ് അദ്ദേഹം യേശുവിന് വേണ്ടി പിന്നെ ഓടുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ മുമ്പോട്ട് പോയി. ഞങ്ങളത് നിലമ്പൂർക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങളിത് കാണുമ്പോ ഞങ്ങള് നിലമ്പൂർക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നിലമ്പൂര് നമ്മുടെ ശുശ്രൂഷകളുടെ ആദ്യം മുതൽ നിന്ന വിൽസൺ ബ്രദറിന്റെ മോന്റെ വിവാഹം, PG അങ്കിളും ആ ശുശ്രൂഷയ്ക്ക് ഉണ്ട്. വിൽസൺ ബ്രദർ അവിടെ ഒരു ഹോളും പറഞ്ഞിട്ടുണ്ട്. ഹോളിന്റെ ഉദ്ഘാടനം എല്ലാം കൂടെ നടക്കുകയാണ്. അതിന് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ സ്തോത്രം. ഡിസംബർ 31 വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കോട്ടയത്ത് നടക്കുന്നു. തങ്കു ബ്രദറും ബെന്നി ബ്രദറും എല്ലാം ഇന്ന് ഓട്ടത്തോടോട്ടമായിരിക്കും. അതിന്റെ മധ്യത്തിൽ നിങ്ങളുടെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ ഞങ്ങൾക്കിവിടെയായി. ഞങ്ങളിങ്ങനെ മൂവാറ്റുപുഴ പട്ടണത്തിന്റെ നടുക്കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. കുര്യൻ ബ്രദറെ, ഞാനിത് എടുക്കുന്നതുകൊണ്ട് പതുക്കെയൊക്കെ പെടണേ കേട്ടോ. സ്തോത്രം. ആളൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് വഴി ചാടുന്നൊക്കെ ഉണ്ട്. മൂവാറ്റുപുഴയൊക്കെ ഒന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെയുള്ള എല്ലാവരും കർത്താവിനെ അറിയട്ടെ. സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വചനം നമ്മള് സ്തോത്രം, ഇനിയുള്ള നാൾ പാഴാക്കരുത്. നമ്മൾ സമയത്തെ അറിയണം. അതുകൊണ്ട് ചേർത്ത് വിടരുത്. എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. ഇത് എടുക്കാനൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അങ്ങനെ റിസ്കിലൊന്നും പോകരുത് കേട്ടോ. കുര്യമ്പ്രത നല്ല ഉത്സാഹിയാന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ആമേൻ. റോമാലേഖനം 13:10 മുതൽ 13 വരെ ഒന്ന് സുനിൽ ബ്രദർ വായിക്കാം. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് ഇവിടെ പറഞ്ഞു പറയുകയാണ്. പിന്നെ ടൈമിന്റെ കാര്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നും ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. അതാണ് ഇന്നത്തെ വചനം. സമയത്തെ അറിയണം. ഉറക്കെ പറ. സമയത്തെ അറിയണം. അതെ, 26 കടക്കുക. സമയമൊക്കെ പോവുക. പ്രൈസ് ദി ലോർഡ്. സമയത്തെ അറിയണം. ഉറക്കെ പറഞ്ഞേ. സമയത്തെ അറിയണം. അതിനെക്കുറിച്ചാണ് സമയം എന്നുള്ള ഒരു കാര്യം
കർത്താവ് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അതെ വാസ്തവത്തിൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ടൈം എന്ന മനസ്സിലായ ബ്രദർ. അതുപോലെ വെളിപ്പാട് പുസ്തകം വരുമ്പോൾ ബൈബിളിലെ അവസാന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇനി കാലം ഉണ്ടാകില്ല. ഓഹോ, ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ദൈവത്തിനില്ല. ദൈവം നിത്യനാണ്. മനസ്സിലായോ? അതെ. ഞങ്ങള് ഫിസിക്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ആൽഫ എന്ന ഒരു വാക്കുണ്ടല്ലോ ഗ്രീക്കിലെ, ആൽഫ ആണ് ഇൻഫിനിറ്റിക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ചില നമ്പറുകളൊക്കെ നമ്മൾ കാൽക്കുലേറ്ററിൽ ഗുണിച്ചാൽ ഒരു 10 ഒക്കെ ഉള്ള നമ്പറിനെ 10 കൊണ്ട് ഗുണിച്ചാൽ കാൽക്കുലേറ്ററിന്റെ തല എവിടെ എന്ത് ചെയ്യും? അത്ര അതിന് പറയാനൊക്കത്തില്ല. ഉടനെ എറർ കാണിക്കും. അതിലും കൂടിയാണ് ഇൻഫിനിറ്റി എന്നതിന് പറയുന്നത്. ഇൻഫിനിറ്റി എന്നൊക്കെ കാണിക്കും. അതിന് ആൽഫയ ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? അപ്പം സമയത്തിനപ്പുറം ദൈവം സമയബന്ധിതനല്ല. നമ്മൾ സ്ഥലകാല ബന്ധിതരാ. നമ്മളിപ്പം ഇന്ന് ഡിസംബർ 29 29-ാം തീയതി രാവിലെ ഇത്ര മണിക്ക് മൂവാറ്റുപുഴ പട്ടണത്തിൽ എന്ന് നമ്മളെ കുറിച്ച് പറയാം, അല്ലേ? ഇന്ന സമയത്ത് ഇന്നടത്ത്. ദൈവത്തിന് അങ്ങനെ ഇല്ല. ദൈവം നിത്യനാണ്. അവൻ സർവ്വവ്യാപിയാണ്. ഇപ്പൊ എവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്. മനസ്സിലായോ? സ്ഥല കാല പരിമിതി ആർക്കില്ല, ദൈവത്തിനല്ല. ദൈവം ഇൻഫിനിറ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ബിഗിനിങ് ഓഫ് ടൈം. മനസ്സിലായോ? ആ ടൈം എന്ന് പറയുന്ന ഫാക്ടർ ഒടുവിൽ തീരുകയും ചെയ്യും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇനി കാലം ഉണ്ടാകും. there will be no more time. മനസ്സിലായോ? യേശു ക്രിസ്തു എന്ന് പറയുന്നത് നിത്യനാണ്. നിത്യനായ ദൈവം സമയത്തെ രണ്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ട് AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് സ്ഥലത്തിന്റെ മധ്യത്തിൽ, ഭൂമിയുടെ മധ്യത്തിൽ വന്ന യേശു ക്രിസ്തു. മധ്യധരണി ആഴിന്ന് കേട്ടിട്ടില്ലേ? ഇസ്രായേലിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഭൂമിയുടെ മധ്യം എന്ന് ഇവിടെ അറിയപ്പെടും. ഭൂമിയുടെ മധ്യസ്ഥലത്ത്. മനസ്സിലായോ? അപ്പം സ്ഥല കാലം, സ്ഥലത്തിന്റെ മധ്യത്തിൽ, കാലത്തിന്റെ മധ്യത്തിൽ ആര് വന്നു? യേശു വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ എന്നിട്ട് ലോക ചരിത്രത്തെ ക്രിസ്തുവിന് മുമ്പ്, ബിഫോർ ക്രൈസ്റ്റ് എന്നും AD, അനോ ഡൊമിനി എന്ന, ചില ആഫ്റ്റർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ഡെത്ത് എന്ന് പറയാൻ അങ്ങനല്ല അതിന്റെ അർത്ഥം. അനോ ഡൊമിനി അതൊരു ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ് എന്നാ അതിന്റെ അർത്ഥം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ചരിത്രത്തിന്റെ മധ്യത്തിൽ അവതരിച്ചു. അതുകൊണ്ടാണ് ചരിത്രകാരനും ഡോക്ടറും കൂടെ ആയിരുന്നു ലൂക്കോസ്. ലൂക്കോസ് തന്റെ സ്നേഹിതനും പുതിയ വിശ്വാസിയുമായ തെയോഫിലോസിനെ ഉറപ്പിക്കാൻ എഴുതിയ ഗ്രന്ഥമാണ് ലൂക്കോസിന്റെ സുവിശേഷവും അതിന്റെ 2ാം ഭാഗമായ അപ്പോസ്തലപ്രവൃത്തി. അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഈ ലൂക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി എഴുതുമ്പോൾ ഞാൻ എഴുതിയ 1ാമത്തെ ചരിത്രം എന്നാണ്. ലോകത്തിൽ ഒത്തിരി പുരാണങ്ങളുണ്ട്, പക്ഷെ ബൈബിള് പുരാണമല്ല. എന്താണ്? ചരിത്രമാണ്. ലോക ചരിത്രത്തെ മാറ്റിക്കുറിച്ച ചരിത്രമാണ്. ഈ ചരിത്ര പുരുഷനായ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ജീവിക്കുന്നു എന്നുള്ളത് വാർത്തയാണ്. വാർത്തയും ചരിത്രവും. ഇന്നത്തെ വാർത്ത നാളത്തെ ചരിത്രമാണ്. പക്ഷെ ആ ചരിത്ര പുരുഷനും ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നതിനുമായ യേശുവിനെ അറിയിക്കുക. യേശു നിങ്ങളെ വിടുവിക്കും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളുടെ പാപം ക്ഷമിക്കും, നിങ്ങൾ മരണത്തെ പേടിക്കേണ്ട. അത് സൽവാർത്തയാണ്. ആ വാർത്ത ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരാളുടെ ചരിത്രം മാറും. അയാളുടെ ജീവിതവും BC AD ആവും. നിങ്ങളുടെയൊക്കെ ആയോ ഇല്ലയോ? ആയില്ലേ? തോമസ് ഊട്ടി പറയുന്ന വീട് സ്വത്രം നാട്ടുകാർ വാഗ്ദാനക്കാരോട് ചോദിച്ചാൽ മതി, ഞാൻ പറയണ്ട. അതിനൊരു ക്രിസ്തുവിന് മുമ്പും ക്രിസ്തു വന്ന ശേഷവും 2ആണ്. തങ്കൂബ്രദറിന്റെ ജീവിതം ക്രിസ്തു വരുന്നതിന് മുമ്പും ക്രിസ്തു വരുന്നതിന് ശേഷം. ചിലവർ നിങ്ങൾക്ക് ഹെവൻലി ഫീസ്റ്റിൽ പോയി പൈസ കിട്ടിയോന്ന, ഹെവൻലി ഫീസ്റ്റിൽ നിന്ന് ആർക്കും 5 രൂപ കിട്ടത്തില്ല. സ്തോത്രകാഴ്ച ഇങ്ങോട്ട് മേടിക്കത്തുള്ളൂ. ഡിസംബർ 31 ഇനി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക,
അണ്ടർ ദ വിങ്സിൽ കാണുന്ന എല്ലാവരും തന്നേക്കണം. കാരണം 31 പൈസ കൊണ്ടൊന്നും അത് നടക്കത്തില്ല. മൈക്കാർക്ക് കൊടുക്കണ്ടേ, വേണ്ടേ? അത് ഭയങ്കര ലെവലില് ക്യാമറക്കാർക്ക് കൊടുക്കണ്ടേ, എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം, എല്ലാവരും തന്നേക്കണമുള്ള കാര്യം ഞാൻ പറഞ്ഞു. 1 രൂപ ഇവിടുന്ന് കിട്ടുമെന്ന് ചിലവരൊന്ന് ഇവിടെയൊക്കെ കൊണ്ട് ഈ ആത്മാക്കളെ, പുതിയ ആൾക്കാരെ ഇവിടെ കൊണ്ട് ചേർത്താൽ ഇത്ര ലക്ഷം രൂപ കിട്ടുമെന്ന്. ഞാനും ഇതൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന പെന്തിക്കോസുകാരെ കണ്ണടപ്പിച്ച് നിർത്തി ഫോട്ടോ എടുത്തു അമേരിക്ക അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നല്ലോ, പൈസ ഉണ്ടായിട്ട് സമാധാനം കിട്ടിയില്ലല്ലോ, പൈസയ്ക്ക് രോഗസൗഖ്യം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ പൈസയ്ക്കല്ല മനുഷ്യര് വരുന്നത്, പൈസ ഉള്ളവരിവിടെ വരുന്നുണ്ടെന്നേ. അപ്പം അവരാരും വന്നത് എന്തിനല്ല, പൈസയ്ക്കല്ല. പൈസയ ഏറ്റവും വലുതെന്ന് ആരോ മനുഷ്യരുടെ അകത്ത്, പൈസ അല്ല ഏറ്റവും വലുത്. അതിശ്രേഷ്ഠമായ സമാധാനം ആ കർത്താവായ യേശു ക്രിസ്തു ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ അയാളുടെ ജീവിതം പാടെ മാറും. അപ്പൊ അവിടെ പറയാണ്, ചുരുക്കി പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം, സമയത്തെ അറിയണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സമയത്തെ അറിയണം. ഈ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കാൻ നമ്മുടെ സമയങ്ങൾ കഴിഞ്ഞു പോവാണ്. വരിക എന്ന് വിളിച്ച് തക്ക സമയത്ത് പറയണ്ടേ, അല്ലേ? ആ മരുഭൂമിയിൽ വെള്ളം കണ്ടുമുട്ടിയാൽ വരിക എന്ന് പറയുന്നത് കേട്ടില്ലെങ്കിൽ ആ സംഘത്തിലുള്ളവർ മുഴുവൻ എന്ത് ചെയ്തു പോവും? അവര് വെള്ളം വിട്ടാതെ മരിച്ചു പോവും, അല്ലേ? അപ്പം ഈ അനുഭവം ഉണ്ടായ ഒരാൾ പറഞ്ഞില്ലെങ്കിൽ അയാളെ പോലെ ചതിയനുണ്ടോ? ഇല്ല. നമ്മൾ ഈ സുവിശേഷം അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, ഞാൻ ഈ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ലോകത്തിലെ ഏറ്റവും വലിയ നന്ദി കെട്ടവനായിരിക്കും കർത്താവിനെ അറിഞ്ഞ, യേശുവിനെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ഒരാൾ വേറൊരാളോട് പറയുന്നില്ലെങ്കിൽ. ശരിയാണോ സുനിൽ ബ്രദർ? അങ്ങനെയല്ലേ കുര്യൻ ബ്രദർ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് ഏതോ ഈ സുവിശേഷീകരണം എന്ന് പറയുന്ന മതപരിവർത്തനമോ അല്ലെങ്കിൽ ആരോ ഇങ്ങനെ എന്തോ കമ്മിറ്റി കൂടി നമുക്കിവിടെ ഇന്ത്യയിൽ എല്ലാവരും മതപരിവർത്തനം ചെയ്യുന്നത് അതല്ലിത്. അങ്ങനെ ആരും ചെയ്യുന്ന അല്ലിത്. ഇത് ഒരു വെള്ളം കണ്ടുമുട്ടിയ ആൾ, ദാഹിച്ചിരുന്നയാൾ വെള്ളം കണ്ടുമുട്ടിയ ആൾ എല്ലാവരോടും വിളിച്ച് പറയുമല്ലയോ, ഞാൻ വെള്ളം കണ്ടേന്ന് പറയുമല്ലയോ? അതുപോലെ ഒരു പെരയ്ക്ക് തീ പിടിക്കുന്ന ഒരാൾ കണ്ടു, അയാൾ ഓടിച്ചെന്ന് അടുത്ത ആളോട് എന്ത് പറയും? കണ്ടു അവിടെ തീ കത്തുന്നതെന്ന് പറയത്തില്ലേ? അത് കണ്ട കാര്യം പറയുന്നതാണ്. അതിന്റെ പേരാണ് സാക്ഷ്യം. കോടതിയിൽ ചുമ്മാ ഒരാൾക്ക് വന്ന് പറഞ്ഞ അയാൾ കള്ളസാക്ഷി അല്ലേ? യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ സാക്ഷികൾ. നിങ്ങൾ മതപരിവർത്തനം ചെയ്യാനാണോ പറഞ്ഞത്? അല്ല. ഉയർത്തെഴുന്നേറ്റ് എന്നെ കണ്ട നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെന്നുള്ള കാര്യം പറയണം. എന്നിലൂടെ നല്ല ക്ലീനാമം കയറിപ്പോവാ, അല്ലെങ്കിൽ എനിക്കത് എന്നിലൂടെ നിങ്ങൾ സമാധാനം കണ്ടെത്തിയെങ്കിൽ, നിത്യജീവന്റെ പ്രത്യാശ കിട്ടിയെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരോട് സാക്ഷിയാകണം. അതിനുള്ള സമയങ്ങൾ തീരുകയാണ്. അപ്പൊ ആ ഭാഗം ഒന്ന് വായിച്ചേ, റോമർ 13:10 മുതൽ ഒന്നുകൂടെ വായിച്ചേ. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. ഓക്കെ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. ഓ സ്തോത്രം. അടുത്ത വചനം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. കണ്ടോ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ എന്ന് പറഞ്ഞ രക്ഷയുടെ പൂർത്തീകരണം, കർത്താവിന്റെ വരവ് എന്ത് ചെയ്തു? വളരെ അടുത്തു. ഈ ലോകത്തിന്റെ അവസാനം വളരെ അടുത്തു. വായിച്ചോളൂ. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. അടുത്ത വചനം. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോ ഈ 2026 കടക്കുമ്പോൾ സമയം തീരാറായി. വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണം.
പിടികിട്ടിയോ? Praise the Lord. പിടികിട്ടിയോ? ഇനി സഭയെ കടന്ന് കളിക്കാനും മദ്യപാനത്തിലും വെറിക്കൂത്തിലും പോകാനും ഒന്നും ടൈമില്ല. മനസ്സിലായോ? ഉവ്വ. കർത്താവിന്റെ വരവ് വളരെ അടുത്തു. അന്ന് രണ്ടുപേർ ഒരു കിടക്കമേൽ കിടക്കും, ഒരാൾ എടുക്കപ്പെടും. അല്ലേ? അതെ. രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. രണ്ടുപേർ ഒരു തിരികല്ലിൽ ഒടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും. നമ്മൾ കർത്താവിന്റെ വരവിനോട് വളരെ അടുത്തു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. 2025 നിന്ന് 26 കടക്കുമ്പോൾ നിരവധി കാര്യമുണ്ട്. ഒരു വലിയ ഉണർവ് ഇന്ത്യയിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുക. പ്രതിസന്ധിയോ പീഡനമോ ഒന്നും ആരും കാണണ്ട. പീഡനം തന്നെ ഉണർവ് ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട് പിശാച് ഇളകിയത്. ഭയങ്കര റിവൈവൽ ഉണ്ടാവും. ഇന്നിങ്ങോട്ട് വന്നപ്പോ തന്നെ സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് സഹോദരൻ കർത്താവ് പലതവണ വെളിപ്പെടുത്തിയെന്നല്ലേ? അതെ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കളക്ടറേറ്റിന്റെ വാതിക്കെ വെച്ച് ഒരു കുടുംബത്തെ അവര് കാറെ വന്ന് ഇറങ്ങുന്ന കണ്ടു. പെട്ടെന്ന് ഞാൻ എന്റെ കാറിനകത്ത് ഇറങ്ങി അവരോട് ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു പ്രത്യേക ഭാഗം മനസ്സിലാക്കിയോണ്ട് ഞാൻ പറഞ്ഞു, ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഈശോ നിങ്ങളുടെ വണ്ടികളുണ്ട്, ഈശോ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ക്രൈസ്തവരാ. അപ്പം ഹസ്ബൻഡ് ഒരു സായിപ്പാണ്, സിസ്റ്റർ മലയാളി കൂടി. അപ്പൊ അവര് ചാടി ഇറങ്ങി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ചുരുക്കം പറഞ്ഞാൽ അന്നേരം മനസ്സിലായത് അവര് സ്വിറ്റ്സർലൻഡുകാരാണ്. ഈ സ്വിറ്റ്സർലൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഉണ്ടായ അനുഭവം ഇത്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ഒരാൾക്കും വേണ്ട ഒന്നുകൂടെ ഒരു അനുഭവം കൂടെ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. സ്വിറ്റ്സർലൻഡ് തന്നെ ഉടനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ കർത്താവ് സ്വിറ്റ്സർലൻഡിൽ എന്തോ ചെയ്യാൻ പോവാ. അതെ, അതുകൊണ്ട് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. അതാ പറഞ്ഞു. അപ്പൊ ലോക രാജ്യങ്ങളിൽ, അതായത് പത്രോസ് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറിയത് എന്തുകൊണ്ടാ? കൊർന്നല്യോസ് അതിന്റെ തലേന്ന് പ്രാർത്ഥിച്ചു. സത്യാന്വേഷികളായ കൊർന്നല്യോസ് ക്രൈസ്തവനല്ല, കൊർന്നല്യോസ് യഹൂദനല്ല. മനസ്സിലായോ? ഒരു അക്രൈസ്തവൻ, ജൂ അല്ലാത്ത ആൾ അല്ലേ? ഇവിടെ ഹിന്ദു പ്രാർത്ഥിച്ചാലും മുസൽമാൻ പ്രാർത്ഥിച്ചാലും കേൾക്കുന്ന ഒരേ ദൈവമല്ലേ? അവന്റെ ചങ്ക് പൊട്ടി, ദൈവമേ എനിക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് കേൾക്കാൻ ഓരോ മതത്തിനും ഓരോ ദൈവമുണ്ടോ? ഇല്ല, അല്ലേ? പക്ഷേ ആ ദൈവം, എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന സർവശക്തനായ ഈ ഭൂമിയുടെ സൃഷ്ടിതാവായ ദൈവം അല്ലെ, ആ ദൈവം തമ്പുരാന് ഒരു രക്ഷാമാർഗം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ രക്ഷാമാർഗം ലോകത്തിൽ എല്ലാവരും അറിയണമെന്നല്ലേ ആഗ്രഹം. അപ്പൊ കൊർന്നല്യോസ് നല്ല പ്രാർത്ഥിക്കുന്ന ആള്, ദാനധർമ്മിയായ ആള് അല്ലേ? അപ്പൊ എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ളവരില്ലേ? അയാൾക്ക് സത്യം കൊടുക്കണമെന്ന് ആരാഗ്രഹിച്ചു? ദൈവം ആഗ്രഹിച്ചു. അയാളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് പക്ഷെ നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്നു. പക്ഷെ നിന്റെ ഈ ധർമ്മപ്രവർത്തനങ്ങൾ കൊണ്ട് നിന്റെ ആത്മാവിന് മോക്ഷം കിട്ടത്തില്ല. നിന്റെ ആത്മാവിന് മോക്ഷവും നിനക്ക് സ്വർഗവും കിട്ടാനുള്ള മാർഗം നിന്നോട് പറയാൻ പത്രോസിനെ വിളിക്കാനാ പറഞ്ഞു. അപ്പൊ പത്രോസൊക്കെ ആരോടും പറയല. യഹൂദനല്ലാതെ ആർക്കും സ്വർഗമില്ലെന്നാ പത്രോസിന്റെ വിചാരം. സുവിശേഷം ആരോടും പറയത്തില്ല, യഹൂദനോട് മാത്രമേ പറയത്തുള്ളൂ. ഇന്നും യഹൂദൻ 0.1% ഉള്ളു ലോകത്തിൽ. അവര് മാത്രമേ സ്വർഗത്തിൽ പോകുള്ളെന്നാ വിചാരിച്ചു. പിടികിട്ടിയോ? അപ്പൊ അയാളുടെ ചിന്താഗതി ഒന്ന് മാറ്റണ്ടേ? അതിനുവേണ്ടി ഇപ്പൊ ഞാൻ എപ്പോഴും ഇന്ന് ആളുകളിൽ പറയുന്നത്, വിശ്വാസികളുടെ പ്രാർത്ഥനയല്ല ലോകത്തിൽ ഉണർവ് കൊണ്ടുവരാൻ പോകുന്നത്. അക്രൈസ്തവരായ എല്ലാ മനുഷ്യരുടെയും ചങ്ക് പൊട്ടുമ്പോൾ മുകളിൽ ഒരേ ഈശ്വരനെ, ആ ഈശ്വരൻ കേട്ടിട്ട് ക്രൈസ്തവൻ എന്ന് പറയുന്ന നമ്മൾ യേശുവിനെ ആർക്കും കൊടുക്കുന്നില്ല. എന്നാ പണ്ട് ഇത് തിന്നുകയില്ല, കൊടുക്കുകയില്ല, തീറ്റിപ്പിക്കത്തുമില്ല, നമ്മളോട്ട് തിന്നത്തുമില്ല. മനസ്സിലായല്ലോ? പിടികിട്ടിയല്ലോ? അപ്പം പത്രോസ് അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുക. പുള്ളിക്ക് പെട്ടെന്ന് ദൈവം പ്രേരണ കൊടുത്തു, നീ വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കാൻ അല്ലേ? അപ്പം സഭയ്ക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ കിട്ടുമ്പോഴേ, സുനിൽ ബ്രദറിന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയപ്പോഴേ, അതിന്റെ കാരണം സ്വിറ്റ്സർലൻഡിൽ ആരെയൊക്കെ കർത്താവിനെ വിടിവിക്കാൻ. ചിലപ്പോ ഇന്ന് ഈ അണ്ടർ ദ വിങ്സ് അതിൽ ആരോ കാണും. പിടികിട്ടിയോ? അപ്പൊ നമുക്ക് ഈ ദിവസങ്ങളിൽ എല്ലാ സഭകളിലും ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരണ വരുന്നത് എന്തുകൊണ്ടാ? എവിടെയോ അക്രൈസ്തവരോ ദൈവം ഇല്ലെന്ന് പറയുന്നവര് പോലും ചിലപ്പോ ഒന്നും ഉണ്ടോ, സത്യം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ ഒന്ന് അയക്കണ്ടേ?
അപ്പൊ തന്നെ യഹൂദനോടല്ലാതെ ഇപ്പം ഭാരതത്തിലാണേലും ചാതുർവർണ്ണയുണ്ട്. ചാതുർവർണ്ണ അനുസരിച്ച് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ വേദം ബ്രാഹ്മണൻ മാത്രമേ കേൾക്കാവുള്ളൂ. താഴെയുള്ളവർ കേട്ടാൽ അവന്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കണോ? മനസ്സിലായോ? അതായിരുന്നു യഹൂദന്റെ മനസ്സിലിരിപ്പ്. വേറെ ആർക്കും അവൻ വചനം കൊടുക്കില്ല, വേദം വേറെ ആർക്കും കൊടുക്കില്ല. പക്ഷെ ഈ വേദം സകലർക്കും ഉള്ളതല്ലേ, മാനവജാതിക്കുള്ളതല്ലേ, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷമല്ലേ യേശു ക്രിസ്തു. ആ ദൈവം മനുഷ്യനായിട്ട് ഇവിടെ വന്നല്ലേ യേശു ക്രിസ്തു. ഇവിടുന്ന് സകല മാനവജാതിയുടെയും പാപപരിഹാരത്തിനല്ലേ കാൽവരി കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തത്. ആ സുവിശേഷം ലോകത്തോട് അറിയിക്കേണ്ടതാണെന്നുള്ള ആ തുപ്പട്ടി ദർശനം ആർക്ക് കൊടുത്തു? പത്രോസിന് കൊടുത്തു. ഇത് യഹൂദന് മാത്രമല്ല, ദൈവം ജൂതനെ വിശുദ്ധനായിട്ടും ബാക്കി ജനതകളെ മുഴുവൻ അശുദ്ധനായിട്ട് കാണുന്നില്ല, അല്ലേ? ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ ജൈനനെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ യഹൂദനെന്നോ യവനെന്നോ ആർക്കും വ്യത്യാസമില്ല. ഉണ്ടോ? അവന്റെ മക്കളല്ലേ. എനിക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളും എന്റെ ചങ്കല്ലേ എനിക്ക്. അതുപോലെയല്ലേ ദൈവത്തിന് ഹിന്ദു, ക്രിസ്ത്യാനി, മുസൽമാൻ, യാക്കോബ, കത്തോലിക്ക, ബന്ധിക്കോസ്, സ്വർഗീയവരെന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. ഇത് നമ്മള് മതത്തിന്റെയും അമ്പലത്തിന്റെയും പള്ളിയുടെയും മോസ്കിന്റെയും പേരിൽ നമ്മൾ അടിയോടടിയാ. നീതിസാരം തന്നെ പറഞ്ഞ ഹൃദയസ്ഥം ഈശ്വരമെന്ന് ഞാൻ എപ്പോഴും കവിതകളിലും നിങ്ങൾ കേൾക്കാറില്ലേ? ഈശ്വരൻ ഒരു മോസ്കിലും പള്ളിയിലും അമ്പലത്തിലും ഒന്നും ഇരിപ്പില്ല, ഹൃദയത്തിൽ വരും. ഹൃദയത്തിൽ ഈശ്വരൻ വന്നാൽ സമാധാനം വരും, സന്തോഷം വരും. ഹല്ലേലൂയ. ആ ഈശ്വരനെ, യേശുവിനെ ലോകത്തിന് കൊടുക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് ആർക്കും തടയാനൊക്കത്തില്ല. അപ്പൊ എന്നിട്ട് ഈ ലോകം ഒരു തകർച്ചയിലേക്ക് പോകുന്ന മുസ്ലിം വിശ്വാസമനുസരിച്ച് ലോകം തകരും. ഭാരതീയ ചിന്തകൾ അനുസരിച്ച് ഇത് കലികാലമാണ്. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യും? ഈ ഭൂമി നശിക്കും. പത്രോസ്, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത പത്രോസ് പറയാം, മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകിയും ഭൂമിയും അതിന്റെ പണികളും വെന്തുപോവുകയും ചെയ്യും. മനസ്സിലായോ? മൂലപദാർത്ഥം, ആറ്റം വിഘടനം നടക്കുമെന്നല്ലേ എന്റെ അർത്ഥം. ഇത് 2000 വർഷം മുമ്പ് പള്ളിക്കൂടത്തിൽ തീക്ക് പോകാത്ത പത്രോസ് എഴുതിയെങ്കിൽ ഈ ബൈബിൾ അല്ലേ സത്യം? ഈ ബൈബിൾ യഹൂദന്റെ ആണോ? അല്ല. ബൈബിൾ ക്രിസ്ത്യാനിയുടെ ആണോ? അല്ല. ഞാൻ വീണ്ടും പറയട്ടെ, ഗാന്ധിജി ബൈബിളിലെ ഗിരിപ്രഭാഷണം വായിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരു ഇന്ത്യക്കാരനും ബൈബിളിനെ വെറുക്കരുത്, ബൈബിൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ബൈബിള് പറയാണ്, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുക. അപ്പൊ നമ്മളിനി ഈ ശയനമോഹങ്ങളിലും മദ്യപാനത്തിലും സഭ വഴക്കിലും, അല്ലേ? സഭക്കാർ കോടതി വരാൻ തന്നെ നിൽക്കുകയാണ്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, ഞാനും സഭാരാഷ്ട്രീയത്തിൽ പോയിട്ടുള്ള ആളാണ്. ഇതൊക്കെ അറിയാതെ സംഭവിക്കും. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പാസ്റ്റർമാര്, അച്ഛന്മാര് കോടതി വരാൻ തന്നെ നിൽക്കരുത്. ആര് തമ്മിൽ എതിരുണ്ടെങ്കിൽ ആ ദൈവദാസനെ പോയി കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഒന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച്, സമയം കഴിവാറായി, യേശു വരാൻ പോകുന്നു, ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്റെ കർത്തനായി വേല ചെയ്യും. എനിക്ക് ആ സ്തോത്രം നമ്മുടെ അനിൽ അടൂർ പാസ്റ്റർ എഴുതിയ പാട്ടുണ്ടല്ലോ, ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും, ഇനിയുള്ള നാൾ പാഴാക്കാതെ. ആ മൈക്കിങ് തരാം. ആ പാട്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാ പാട്ട്. ഇനിയുള്ള അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. ആമാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ഇനിയുള്ള നാൾ ആമാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന്
എന്നപ്പനായി വേല ചെയ്യും. എല്ലാവരും ചേർന്നൊന്ന് പാടി. ഉള്ള നാൾ പാഴാകാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ അപ്പനായി വേല ചെയ്യും. അതേ പാട്ട് നമ്മുടെ കർത്താവിൽ ആയ ജിജി ബ്രദറിന്റെ ജീവിത പങ്കാളി നമ്മുടെ ബ്ലസ്സി പാടുന്നുണ്ട്. അതിന്റെയും കൂടെ റെഡി ഒന്ന് ഇടാം. ഫ്ലൂട്ട് വായിക്കുന്ന ദിവസം ചേർക്കപ്പെട്ടു ജിജിൻ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. ആരോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ആരോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ഇനിയുള്ള നാൾ പാഴാക്കാം. ഇനിയുള്ള നാൾ പാഴാക്കാതെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ അപ്പനായി വേല ചെയ്യും. പാഴാക്കാതെ അപ്പനായി വേല ചെയ്യും. പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടല്ല ഇടപെടുക അല്ലേ? കർത്താവിന് വേണ്ടി എത്ര ഓടിയാലും മതിയാവും. 2026 കടക്കുമ്പോൾ ഹെവൻലി ഫീസ്റ്റ് മുഴുവൻ, എന്നെ കേൾക്കുന്നവർ മുഴുവൻ ഈ യേശുവിന്റെ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയട്ടെ. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ഞങ്ങൾ വെള്ളം കണ്ടെത്തി, ഞങ്ങൾ സമാധാനം കണ്ടെത്തി എന്ന് നമുക്കൊന്ന് വിളിച്ചു പറയണ്ട. മറ്റന്നാൾ വരണം, ഡിസംബർ 31 വൈകിട്ട് ബുധനാഴ്ച. യാഗത്താലേ ഒരുക്കിൽ നിന്നും ആത്മ്യമുള്ള യാഗത്താലേ നീണ്ടെടുത്തു ശാപ ഒരുക്കിൽ നിന്നും ഞാൻ നിനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിലിരുത്തി. ഞാൻ നിനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിലിരുത്തി. ദൈവം നേരം വരെ കാത്തിരുന്നു, പിന്നെ കൈവിടാതെ. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു, പിന്നെ കൈവിടാതെ.
ഇനിയുള്ള നാൾ പാഴാക്കാതെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ അപ്പനായി വേല ചെയ്യും. ഈ നമ്മുടെ ബൈബിള് മൊത്തം നോക്കുമ്പോൾ ടൈം എന്ന് പറയുന്ന ഒരു കാര്യം അത് തീരും, അല്ലേ? അതെ, സമയത്തിനൊരു തുടക്കമുണ്ട്, ആ സമയം തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സമയം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം എന്ന് 1 പത്രോസ് 4:3 ഉവ്വ. അവിടെ സമയം കളയരുത്. നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഒരു നേരം പോക്കെന്ന്. അതെ, കേട്ടിട്ടുണ്ടോ? ഉവ്വ. ടൈം പാസ്. അതെ എന്നാ പലർക്കും ഈ ലോകത്തിൽ ഏത് പോകുന്നില്ല, സമയം പോകുന്നില്ല. സമയം കൊല്ലുക. അതെ, പിടികിട്ടിയോ? അതെ, എന്നാൽ യഥാർത്ഥമായിട്ട് കർത്താവിനെ അറിഞ്ഞ ഒരാൾക്ക് സമയം ഇല്ലാത്ത പോലെ. ശരി, ശരി. അതെ, തികയാത്ത പോലെ. ദൈവമക്കള് നേരം പോക്ക് വേണ്ട, കാലം പോക്കണ്ടെന്നൊരു വാക്കാണ് 1 പത്രോസ് 4:3 ഒന്ന് വായിച്ചേ. ഉവ്വ. ആ കാമാർത്തികളിലും ആ മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തിലും ഉം. മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ടൈം പാസ് ഒന്നും വേണ്ട, നമുക്ക് ടൈം ഇല്ല. അപ്പോൾ തന്നെ എഫേസ്യർ 5:16 കൊലോസ്യർ 4:5 ഒന്ന് വായിക്കണം. ഉവ്വ. അവിടെ 5. 5:16 കൊലോസ്യർ 4:5 ഞാൻ വായിച്ചപ്പോൾ ജോസ്പർ എടുത്തെങ്കിൽ ജോസ്പറിനും വായിക്കാം. എഫേസ്യർ 5:16 വായിച്ചേ. ഇത് ദുഷ്കാലമാകയാൽ ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. റിഡീം യുവർ ടൈം. സമയം പോലെ വിലപ്പെട്ട ഒരു സാധനം കോടികളുടെ വിലയാണ്. അതെ. ആണോ അല്ലയോ? അതെ, അല്ല, സമയത്ത് ചെയ്യുന്നതിനും കോടികളുടെ വിലയാണ്. ആണോ അല്ലയോ? അതെ. സമയം വിലയ്ക്ക് വാങ്ങാനൊക്കത്തില്ല, സ്റ്റോപ്പ് ചെയ്യാനൊക്കത്തില്ല, കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. ഓക്കെ. അപ്പോ തന്നെ ഈ എന്നാ പറഞ്ഞ ഈ ട്രേഡിംഗ് ഉണ്ടല്ലോ, എന്നാ മനസ്സിലോട്ട് വരുന്നില്ല, നമ്മുടെ ഷെയർ മാർക്കറ്റ്സ്. ഷെയർ മാർക്കറ്റിലൊക്കെ സമയത്തിട്ടില്ലെങ്കിൽ അതെ, പോവില്ലയോ? അതെ, പോവും. സമയത്ത് എടുത്തില്ലെങ്കിൽ പോവും. അതെ, അപ്പൊ സമയത്തിന്റെ വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്, അതെ, അല്ലേ? അതെ. അപ്പൊ സമയത്തിന്റെ വില നമ്മളെല്ലാവരും നന്നായിട്ട് അറിയണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. അതാണ് ഇനി കൊലോസ്യർ 4:5 അതേ പദപ്രയോഗമാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക. ഈ ബൈബിൾ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്ന കാര്യം മാത്രമല്ല, ഈ ഭൂമിയിൽ ഒരാൾ ബിസിനസ് ചെയ്യുന്നത് മറ്റുള്ളവരെ കളിപ്പിക്കാതെ ലാഭം ഉണ്ടാക്കാം, നന്നായിട്ട് ബിസിനസ് ചെയ്യാം. അങ്ങനെ നല്ല ഈ ലോകത്തിലൊരു മനുഷ്യന് നല്ലൊരു ജീവിതം, അയാൾക്ക് സ്വന്തമായിട്ടും അയാളുടെ കുടുംബത്തിന് നന്മയാകാം, സമൂഹത്തിന് നന്മയാകാം, രാജ്യത്തിന് നന്മയാകാം. ബൈബിള് വായിക്കുന്ന ഒരാൾ ഒരിക്കലും ഭീകരവാദിയാകില്ല. ബൈബിള് വായിക്കുന്ന ഒരാൾ ഒരിക്കലും അന്യമതസ്ഥരെ ആക്രമിക്കില്ല, അവരെ സ്നേഹിക്കത്തേ ഉള്ളൂ. ബൈബിള് മനസ്സിലാക്കുന്ന ഒരാള് രാജ്യദ്രോഹിയാകുകയില്ല. അയാൾ രാജ്യത്തിന് ടാക്സ് കൊടുക്കും, രാജ്യത്തെ സ്നേഹിക്കും. എന്റെ ഒരു അഭിപ്രായം, ഇന്ത്യയുടെ ചെലവിൽ, ഗവൺമെന്റ് ചെലവിൽ ബൈബിൾ അടിച്ച് എല്ലാവർക്കും നിർബന്ധമായിട്ട് കൊടുത്ത് വായിപ്പിക്കണം. യെസ്, അത് മദ്യപാനിയായ ഒരു ഭർത്താവിനെ നല്ല ഭർത്താവാക്കും, അല്ലേ? അതെ, അതെ. ഒരു സ്ത്രീയെ നല്ല ഭാര്യയാക്കും, നല്ല അയൽവാസിയാക്കും. ഒരിക്കലും ഒരു മതതീവ്രവാദിയാക്കത്തില്ല. അങ്ങനെ ഒരു ഗ്രന്ഥം ഭൂമിയിലുണ്ടെങ്കിൽ അത് ബൈബിള് മാത്രമാണ്. അവിടെ പറയാണ് നമ്മുടെ ടൈം, ഈ സൃഷ്ടിതാവായ ദൈവം ടൈം എന്ന ഫാക്ടറിനകത്ത് മനുഷ്യനെ ആക്കി. അവിടെ ഇന്ന് ഒരു പ്രാവശ്യം കൂടെ അണ്ടർ ദ വിങ്സ് കേൾക്കുകയല്ല, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകളെ ഉള്ളൂ. നാളെ ചൊവ്വ, ബുധൻ അർദ്ധരാത്രി നമ്മൾ കയറും. അവിടെ ഒരു വർഷം കൂടെ പോയി. കഴിഞ്ഞ ഡിസംബർ 31 കൂടിയിട്ട് ഇങ്ങനെ ഇന്നെന്ന പോലെ ഓർക്കും. പോയോ ഇല്ലയോ? അല്ലേ? നൊടി നേരം കൊണ്ട് പോയി. അപ്പം ഞങ്ങളൊക്കെ തങ്കുബ്രദർ 60 വയസ്സ്
കഴിഞ്ഞു. എനിക്കിപ്പം 2 വർഷമായി കഴിഞ്ഞിട്ട്. എനിക്കിപ്പോഴും എന്റെ അകത്തൊരു 30-കാരനെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പത്തെ വീട്ടിൽ കൂടെ കൊച്ചുമക്കൾ 2 പേർ ഓടി നടക്കും. എടാ, ഞാൻ ഗ്രാൻഡ് ഫാദർ ആയെന്ന് എനിക്കിപ്പോഴും ഞാൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം, അല്ലേ? അതെ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അല്പം സരസരീതി പറയും. എന്റെ മൂക്കി വെക്കാൻ ഇപ്പോൾ ആരും പഞ്ഞി ഉരുട്ടണ്ട. കുറച്ചുകൂടെ നല്ല പോലെ ഓടിയിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ വിടത്തുള്ളൂ. അങ്ങനെ വിടത്തുള്ളൂ. മാക്സിമം ഉപയോഗിക്കാം. കുറച്ചുകൂടെ ഓടണ്ടേ? ജോസ് ബ്രദറെ, നമുക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ഈ ലോകത്ത് എത്രയോ രാജ്യങ്ങൾ കണ്ട ഒരാളാണ്. സുൽ ബ്രദറും രാജ്യങ്ങൾ കണ്ടു. ഇനി കർത്താവിന് വെച്ചാൽ അമേരിക്കയിൽ ചെല്ലും, സ്വിറ്റ്സർലൻഡിൽ ചെല്ലും, വെള്ളത്തിൽ ചെല്ലുമല്ലോ. ഞാൻ ഇവിടെ എല്ലാം പോയിട്ട് ഒന്നല്ലേ മറ്റൊരു പ്രശ്നം എല്ലായിടത്തും ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചയെന്നും പറഞ്ഞോടും. പക്ഷെ ഒന്ന് ഞാൻ പറയും, ഈ ഒഴുക്കിൽപ്പെട്ട് മക്കൾ ആരും UK-ലും ഒന്നും പോകരുത്. പോവുകയാണെങ്കിൽ കർത്താവിന്റെ നിയോഗത്തിൽ പോകണം. പോക്കോന്നേ, UK പോയി പഠിച്ചു വന്നേ, നിയോഗത്തോടെ പോവും. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം അവിടാണ് വെച്ചതെങ്കിൽ അവിടെ പോണം. പക്ഷെ അയ്യോ അവര് പോയേ ഇവര് പോയേ എന്ന് പറഞ്ഞ് ഓടണ്ട. അപ്പോ തന്നെ നമ്മൾ ഈ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടം. സ്വർഗം കണ്ട പത്രം പൗലൂസിന് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. പക്ഷെ പറയാ, എന്റെ ശരീരത്തിലിരുന്നെങ്കിലേ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേല ചെയ്യാനൊക്കെ, നിങ്ങളുടെ അഭിവൃദ്ധിക്കായി ഞാൻ ശരീരത്തിലിരിക്കും. തനിക്ക് പോകാനാ ഇഷ്ടം. നമ്മളിവിടെ ഒരു ദിവസം കൂടി ഇരിക്കുന്നെങ്കിൽ ഓർത്താണ് ആർക്കും അനുഗ്രഹമാണ്. അവിടെ അടുത്തിരിക്കുന്ന ആള് പറഞ്ഞിട്ട് ഇപ്പോഴൊന്നും വിടുകയില്ലെന്ന് പറഞ്ഞു. കുര്യൻ പറഞ്ഞൊന്നും ഇപ്പോഴൊന്നും വിടത്തില്ല. പാവൊന്നും വിചാരിക്കണ്ട കേട്ടോ. പ്രൈസ് ലോർഡ്. ഒത്തിരി ആവശ്യമുണ്ട്, വിടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മൾ ഓരോ ദിവസം ഇരിക്കുമ്പോൾ ഞാൻ ആർക്കോ വേണ്ടിയാണ്. അതാണ് തക്ക സമയം. അപ്പൊ സമയം തീരുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നേരം പോക്കലുണ്ട്. ഇതിനകത്ത് ഈ പിശാചിനെ, അവൻ ചെയ്യുന്ന മുഴുവൻ തിന്മയല്ലേ. പിശാചിനെ നോക്കി പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നോക്കി അവന് പറ്റിയ തെറ്റുകളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കാര്യമുണ്ട്. ഈ അവന്റെ മുകളിലുള്ള അധികാരിയായ ദൈവത്തിന്റെ മുകളിൽ ഞാൻ കയറുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പിശാചായി മാറിയത്. ആണോ ഇല്ലയോ? ദൈവം നമുക്ക് ഒരു ഭരണ ലൈനിൽ നമ്മളെ നിർത്തിയ സ്ഥാനത്ത് നമ്മൾ ആരുടെയും തലയെ കയറരുത്. DP-മാര് മുകളിലുള്ള സീനിയർ പാസ്റ്ററിന്റെ തലയെ കയറരുത്. ശരിയാകത്തില്ല. അതിനൊരു ഭരണ സംവിധാനമുണ്ട്. ആ ഭരണ സംവിധാനമുണ്ട്, ഒരു പ്രോട്ടോകോളുണ്ട്. ദൈവത്തിനും എന്തുണ്ടായിരുന്നു ആ പ്രോട്ടോകോൾ. അപ്പൊ ദൈവത്തിന്റെ ആ പ്രോട്ടോകോളിൽ ഏറ്റവും ഉയർന്ന ദൂതനായിരുന്നു, മാലാഖയായിരുന്നു ആര്? ലൂസിഫർ, അല്ലേ? അപ്പൊ പുള്ളിക്കൊരു തോന്നല്, ആരുടെ മുകളിൽ കയറണം? യെശയ്യാ 14-ലും എസെക്കിയേൽ 28-ലും 14 ഓർക്കാൻ എളുപ്പമുണ്ട്. ഇവിടെ രണ്ടിടത്തും ഈ അരുണോദയപുത്രനായ ശുക്രൻ, ഞാൻ ദൈവത്തിന്റെ മുകളിൽ കയറും, എന്റെ സിംഹാസനം ഞാൻ എവിടെ വെക്കും? ദൈവസിംഹാസനത്തിന്റെ മുകളിൽ കൊണ്ട് വെക്കും എന്ന് പറഞ്ഞാൽ ദൈവനെ തട്ടിയിട്ടു. കാരണം ആ സിസ്റ്റം തകരും. അല്ല, ദൈവത്തിന് അവനെ നശിപ്പിക്കാൻ മേലാഞ്ഞിട്ടല്ല. പക്ഷെ ഇന്ന് ശ്രദ്ധിച്ചോണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കത് മനസ്സിലായത്. യേശുക്രിസ്തു ഒരിക്കൽ ഒരു ദുരാത്മാവിനെ പുറത്താക്കിയപ്പോൾ ഈ യഹൂദ മതത്തിലെ ഈ തീവ്രത കൊണ്ട പരീശന്മാര് വന്നിട്ട് പറയാ, ഇവൻ ബേൽസബൂലിനെ കൊണ്ട്, സാത്താന്റെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് പിശാചിനെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു രാജ്യം തന്നിൽ തന്നെ ഭരണ സംവിധാനം ഛിദ്രിച്ചാൽ പിന്നെ നിൽക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനം ഫെഡറൽ റിപ്പബ്ലിക് അല്ലേ? പ്രസിഡന്റ്, പ്രധാനമന്ത്രി, അതിന്റെ കീഴിൽ MP-മാര്, സ്റ്റേറ്റുകൾ, അങ്ങനെ പോയാലേ ഇതൊക്കത്തുള്ളൂ. അതുപോലെ ഒരു സഭ നടക്കുമ്പോഴും അല്ലേ, അപ്പോസ്തലന്മാര്, അതിന്റെ മുകളിൽ സീനിയർ പാസ്റ്റേഴ്സ്, കെയർസൽ പ്രേഴ്സൽ ലീഡേഴ്സ്, അതങ്ങനെ പോണം. മനസ്സിലായോ? ഇപ്പൊ തങ്കുബ്രദറിന്റെ മുകളിൽ നിർത്തിയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെക്കാൾ 10-15 വർഷം സീനിയർ. മനസ്സിലായോ? പക്ഷെ ശുശ്രൂഷയിൽ ഈ ഉണർവിൽ അദ്ദേഹത്തെ നിർത്തിയെങ്കിൽ കുഞ്ഞറാച്ചായം പറഞ്ഞു, അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ഞാൻ കയറാൻ പോയി. പക്ഷെ അതേ എന്നെ അതുപോലെ കാണുന്നു. പൊടി കിട്ടിയോ? പ്രൈസ് ലോർഡ്. പക്ഷെ അദ്ദേഹമാണ് അത് നടത്തേണ്ടത്.
ഇപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുകളിൽ അത് ഞങ്ങളെക്കാൾ എത്ര ശ്രേഷ്ഠർ വന്നാലും അത് അവര് ഞങ്ങള് അത് ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആ ദൈവരാജ്യത്തിൽ സ്വർഗം മുതലേ ഉള്ളതാണ് അപ്പുറം ആ ഒരു വികേന്ദ്രീകരണം. അപ്പൊ പിശാച് ഇപ്പൊ ചെയ്തേക്കുന്ന എന്നാന്നറിയോ, അവൻ ഇപ്പം ഹെഡായിട്ടിരിക്കുകയാണ് ദുഷ്ടലോകത്തിന്റെ. അവിടെ ഭയങ്കര പ്രോട്ടോകോളാണ് താനും. ശ്രദ്ധിച്ചോ, 1/3 ദൂതന്മാരെയാണല്ലോ അവൻ വലിച്ചുകൊണ്ട് പോയത്. അവരാണ് ദുരാത്മാക്കളായി പിശാചുക്കളായി മാറിയത്. മനസ്സിലായോ? അവര് ഭയങ്കര പ്രോട്ടോകോളാ. അതാ യേശു പോലും പറയണേ, അവന്റെ രാജ്യത്തിൽ ഭിന്നതയില്ല. അവൻ താനായിരുന്ന രാജ്യത്ത് ദൈവത്തിന്റെ പ്രോട്ടോകോൾ തകർക്കാൻ നോക്കി. പക്ഷെ അവൻ ഭയങ്കര പ്രോട്ടോകോളിലാവും. കഴിഞ്ഞ ദിവസം എന്റെ ഉള്ളിൽ വന്നൊരു കാര്യം പിടികിട്ടിയോ? അപ്പൊ അവൻ ആ പ്രോട്ടോകോളും ഐക്യതയും ഭയങ്കരമാണ്. യേശു പറയാം അവന്റെ രാജ്യം ഭിന്നിക്കുന്നില്ല. പക്ഷെ അവന് ഇവിടെ എന്തെങ്കിലും ചെയ്യണ സഭയെ ഭിന്നത ഉണ്ടാക്കണം. ഭയങ്കര സിസ്റ്റമാറ്റിക്കാ. പക്ഷെ സഭയുടെ സിസ്റ്റം അവനെ തകർക്കണം, തമ്മിൽ അടുപ്പിക്കണം, കോടതി വരാന്ത നിർത്തണം. എങ്കിലേ അവന്റെ രാജ്യം ഇവിടെ നിർത്താൻ ഒക്കത്തുള്ളൂ. ആൾക്കാരെ മദ്യപാനത്തിലും അഡിക്ഷനിലും ഏതാ പുള്ളിയുടെ നിലനിൽപ്പ് നമ്മൾ അടിക്കുന്നതാണ്. അതാണ് നമ്മൾ തമ്മിലടിക്കുന്ന. സുൽ ബ്രദറെ, കഴിഞ്ഞ ഒരു വർഷം തന്നെ, ചില വർഷങ്ങൾ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾ ആ സെബാൻ അങ്ങനെയൊക്കെയുള്ള ഒരു MDMA അഡിക്റ്റ് ആയിരുന്നവർ അല്ലേ? ഒരു മോള് അവള് മൊബൈലിന് അഡിക്റ്റായി ഫേസ്ബുക്കിൽ കയറി ചെറുക്കന്മാരുടെ പുറകെ പോയി ഞരമ്പ് മുറിക്കുന്ന കുഞ്ഞിന്റെ ദുരാത്മാവ് വിട്ടുമാറി അവളൊന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. നമ്മുടെ വൈക്കം ഡയോസസിൽ ഒരു മോളുണ്ടല്ലോ, ഡ്രഗിന് അഡിക്റ്റഡായിരുന്നു. അവളൊന്ന് സുവിശേഷകയാണ് അല്ലേ? അപ്പൊ അവരെ എല്ലാം അഡിക്റ്റ് ആക്കുന്നത് ദുഷ്ടശക്തിയല്ലേ അല്ലേ? അപ്പം ഈ സുവിശേഷം നമ്മൾ ചെയ്യുന്നത് പിശാചിന് ഇഷ്ടപ്പെടുവോ? അവന്റെ കയ്യിൽ നിന്നല്ലേ ജനങ്ങളെ നമ്മൾ തട്ടിയെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവന്റെ ഐക്യത ഭയങ്കര. അപ്പൊ പിശാചിനെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് ഐക്യത. അവന്റെ തെറ്റ് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും ദൈവം വെച്ച അധികാരങ്ങൾക്ക് മുകളിൽ കയറരുത്. ദൂതനായ നീ പിശാചായിട്ട് മാറും. മനസ്സിലായോ? വെളിച്ചമായിരുന്നവൻ ഇരുളായിട്ട് മാറിയോ ഇല്ലയോ? അപ്പൊ നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകരുത്, ദൈവത്തിന്റെ സിസ്റ്റങ്ങൾക്കെതിരെ നീ പ്രവർത്തിക്കരുത്. ചിലപ്പോ നമ്മുടെ പാസ്റ്റർ ആയിരിക്കുന്ന ആള് നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളാകാം. മനസ്സിലായോ? പക്ഷെ അവിടെ നമ്മൾ കീഴ്പ്പെടണം. ഇത് നിങ്ങളൊക്കെ ഒത്തിരി പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്റെ ജീവിതത്തിൽ സഭാരാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ദേവദാസിനെതിരായിട്ടുള്ള കാര്യത്തിൽ. എന്റെ ഭാര്യ നീന പറഞ്ഞു, വീട്ടിൽ ശാപം വരുത്തരുത്. അങ്ങനെ പറഞ്ഞ സഭാരാഷ്ട്രീയത്തിൽ നിന്ന് മാറിയതോടുകൂടിയാണ് എന്റെ ശുശ്രൂഷ പാടെ മാറി. സുനിലെ, ആ സിസ്റ്റത്തിൽ നിൽക്കണം, കീഴ്പ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പിശാചിനെ നോക്കി പഠിക്കേണ്ട ഒരു കാര്യം ഇനി വായിക്കാൻ പോകുന്നത് വെളിപ്പാട് 12:12 മത്തായി 8:29. ഞാൻ വെളിപ്പാട് 12:12 വായിക്കാം. സൗരം മത്തായി 8:29 ഒന്ന് വായിച്ചേ. എവിടുത്താന്ന് വായിച്ചു? ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞു. നോക്കിയ നമ്മുടെ വിഷയം സമയമല്ലേ? സ്വതന്ത്രം നമ്മളെക്കാൾ സ്വതന്ത്രം ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്ന് പാടുന്നത് പുള്ളിയാണ്. ഇനിയുള്ള നാൾ പാഴാക്കാതെ നമുക്ക് 10 പേരെയും കൂടെ മദ്യത്തിൽ പെടുത്തണ്ടേ? ഇനിയുള്ള നാൾ പാഴാക്കാതെ MDMA അഡിക്റ്റ് ആക്കണ്ടേ? ഭാര്യയും ഭർത്താവിനെയും തല്ലിക്കണ്ടേ? ആത്മഹത്യയിലേക്ക് വിടണ്ടേ? ഇങ്ങനെയൊക്കെ പോയാ മതിയോ? നമ്മൾ ചിരിക്കുന്നു. നമ്മളൊക്കെ ഇത് സഹിച്ചവരല്ലേ? ആ പിശാചിനെതിരെയല്ലേ നമ്മുടെ ശുശ്രൂഷ, അല്ലാതെ ഒരു മതത്തിനെതിരല്ലോ. എന്റെ പപ്പ ഒരു തികഞ്ഞ മദ്യപാനി. അപ്പൊ ഞാനൊക്കെ ചെറുപ്പം മുതൽ വിചാരിച്ചത് എന്റെ അപ്പൻ കാരണം ഞങ്ങളൊരു വലിയ ഫാമിലി ജനിച്ചെങ്കിലും എന്റെ വീട് മുഴുവൻ തകർന്നു പോയി. അപ്പൊ ഞാൻ ചെറുപ്പം മുതൽ കരുതിക്കൊണ്ടിരുന്നത് എന്റെ അപ്പൻ കാരണമാണ് എന്റെ വീട് ഈ നിലയിലായത്. തോമസ് ഡോറെ ഞാൻ ചെയ്തതെന്ന് വെച്ചാല് എന്റെ അപ്പനെ മദ്യപിച്ചു വരുന്ന അപ്പനെ അടിച്ചിടണം, അതിനുവേണ്ടി
കാരണം എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒറ്റ ഒരാളാണ് ഈ കുടുംബം ഇങ്ങനെ ആക്കിയത്. അപ്പൊ ഇങ്ങനെ കേട്ട് കേട്ട് ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യുക, ഇതിന് സൊല്യൂഷൻ കാണണ്ടേ. അപ്പനെ നന്നാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു വലിയ വടിയൊക്കെ എടുത്ത് ശരിക്കും 7:30 സന്ധ്യക്ക് ഒരു 7:30 ആയപ്പോഴത്തേക്ക് എന്റെ അപ്പൻ കുടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എന്റെ വീടിന്റെ പില്ലറിന്റെ പുറകിൽ ഒളിച്ചിരിക്കുക. കാരണം എന്റെ അമ്മ പറഞ്ഞു കേട്ടിരിക്കുന്നത് എത്രയോ പേരെ വണ്ടി ഇടിക്കുന്നു, എത്രയോ പേരെ പാമ്പ് കടിക്കുന്നു. അങ്ങനെ ഈ കാലത്ത് ഏതെങ്കിലും നിങ്ങളുടെ അപ്പന് സംഭവിച്ചിരുന്നെങ്കിൽ ആജീവനാന്തം നോക്കാം, അതുപോലെ മടുക്കുക വീട്. അങ്ങനെ അമ്മ പറഞ്ഞു കേട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പനെ അടിക്കാൻ വേണ്ടി ഞാൻ പില്ലറിന്റെ മുകളിൽ ഒളിച്ചിരുന്നയാളാ. ആ നാളുകളിൽ ഒന്നിലാ ഹോസ്പിറ്റൽ ഞാൻ സ്വർഗീയ വീടിൽ വന്ന് യേശുവിനെ അറിയുന്ന ഈ വീട് രക്ഷപ്പെട്ടത്. ആ വീട് പിശാച് നശിപ്പിച്ചേനെ, ആത്മഹത്യകൾ നടന്നേനെ, കൊലപാതകങ്ങൾ നടന്നേനെ. ഇതാണ് സുവിശേഷം. ഹോസ്പിറ്റലിന്റെ ഒരു പ്രസംഗം കേട്ട് ആദ്യം ഞാൻ ചെയ്തത് നേരെ വീട്ടിൽ ചെന്ന് എന്റെ അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമായിരുന്നു. എന്റെ വീട് ആ ഉമ്മയോട് കൂടി മാറി. എന്റെ അപ്പൻ ആർക്കും മാറ്റാൻ മേലാത്ത എന്റെ അപ്പനെ കർത്താവ് രക്ഷയിലേക്ക് നടത്തുവാൻ. ഈ സുവിശേഷം മതപരിവർത്തനമാണെങ്കിൽ, ഈ വീട്ടിൽ നടന്ന മതപരിവർത്തനമാണെങ്കിൽ ഇന്ത്യ മുഴുവൻ മതപരിവർത്തനം ചെയ്യണം. ആ മദ്യപാനം മാറിയത്, അപ്പനെ തല്ലാനിരുന്ന മകൻ രൂപാന്തരപ്പെട്ടത്, ആ അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത്, ആ അപ്പൻ അതോടുകൂടെ പുതിയ സൃഷ്ടിയായത്. ഇതേ ബംഗാളിൽ നടന്ന കാര്യമല്ല, ഇവിടെ കോട്ടയത്ത് നടന്ന കാര്യമാണ്. ആർപ്പുക്കര ചെന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഇത് പറഞ്ഞു തരും. ഈ സുവിശേഷം ആർക്കും തടയാനൊക്കത്തില്ല. ഇനിയുള്ള നാൾ പാഴാക്ക, നമ്മുടെ സമയം തീരുന്നതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഇനിയുള്ള നാൾ പാഴാക്കാതെ നമുക്ക് ഈ അപ്പന് വേണ്ടി വേല ചെയ്യണ്ടേ. അപ്പൊ അവിടെ വായിക്കുകയാണ്, സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. മഹാക്രോധത്തോടെ എങ്ങനെ മനുഷ്യനെ തകർക്കണം, കൊലപാതകം, ആത്മഹത്യ എല്ലാം ചെയ്യിപ്പിക്കാൻ അവൻ നോക്കുക. അവന് സമയബോധമുണ്ട്. എന്താണ് മത്തായി 8:29 പിശാച് ഇറങ്ങിപ്പോയപ്പോൾ ഒരു ഈ ഭൂതം ബാധിച്ച 6000 ഭൂതം ബാധിച്ച ലഗ്യോൻ ബാധിച്ചൊരു ഭൂതഗ്രസ്തൻ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? അവിടെ ശരീരം കുത്തിമുറിവേൽപ്പിക്കുന്ന നഗ്നനായിട്ട് കടന്നോടും കല്ലറകളിൽ പാർത്ത ഭൂതഗ്രസ്തൻ, അല്ലേ? യേശുവിനെ കണ്ടപ്പോൾ ദുരാത്മാവ് ഇളകിയിട്ട് അവർ നിലവിളിച്ച്, ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നുവോ എന്ന്. അപ്പൊ പിശാചിന് ദണ്ഡനം കൊടുക്കുന്ന, ന്യായവിധി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. പിശാചിനെ സേവിക്കുന്ന ജനങ്ങൾക്ക് ന്യായവിധിയുണ്ട്. സകല മതങ്ങളും അത് പറയുന്നുണ്ട്. എല്ലാ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളാണ് പറയില്ല, മേളിലൊരുത്തരുണ്ടെന്ന് ഓർത്തോണം. അപ്പൊ ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം ഉണ്ട്. പക്ഷെ എത്ര വലിയ തെറ്റ് പറ്റിയ കുരിശിൽ കടന്ന കള്ളന് പോലും, വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടവർക്ക് പോലും യേശുവെ തെറ്റിപ്പോയിന്ന് മാനസാന്തരപ്പെട്ടാൽ മുഴുവൻ പാപം ക്ഷമിക്കപ്പെടും. ഈ മാർഗം ലോകം അറിയണ്ടേ, സമയത്ത് അറിയിക്കണ്ടേ, തക്ക സമയത്ത് അറിയിക്കണ്ടേ ഈ സുവിശേഷം. വേറൊരു വചനത്തിൽ പറയാണ്, സ്തോത്രം, തക്ക സമയത്ത് അറിയിക്കേണ്ടിയ സ്തോത്രം ഈ സുവിശേഷം. തീത്തോസ് 1:1 വായിച്ച, തീത്തോസ് 1:1 സ്തോത്രം. അവിടെ പറയാണ്, തക്ക സമയത്ത് വചനം കർത്താവ് വെളിപ്പെടുത്തും. അതോടെ വായിച്ചുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഒന്ന് വായിച്ചേ. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സദാകാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വ്രതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ വിശ്വാസത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. ആമേൻ. തക്ക സമയത്ത് വെളിപ്പെടും. ഈ സമയം ഒട്ടും കളയരുത്, പാഴാക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ഈ വർഷം തീരുന്ന ഈ സമയത്ത് എന്റെ പൊന്നു കർത്താവെ, ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്റെ കർത്താവിന് വേണ്ടി നിൽക്കും. ഈ സമയം എന്നത് മാറി നിത്യത തുടങ്ങാൻ പോവാനുള്ള കർത്താവ്. അതിനു മുമ്പായി സുവിശേഷം എല്ലായിടത്തും എത്തിക്കുവാൻ, രോഗികൾ സൗഖ്യമാകണം കർത്താവ്. കുര്യൻ ബ്രദറിനെ സൗഖ്യമാക്കിയ കർത്താവ്, സുനിൽ ബ്രദറിനെ സൗഖ്യമായ കർത്താവിന്റെ കരം ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഒന്ന് കൈനീട്ടി കൽപ്പിച്ച സുനിലെ, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാക്കാനെന്ന് കൽപ്പിച്ചേ.
യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ അവര് രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ ഈ സമയം തന്നെ അത്ഭുതകരമായി സൗഖ്യം വെളിപ്പെടട്ടെ. ഞങ്ങൾ കൽപ്പിക്കുന്നു, രോഗത്തോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, ഈ സമയം ഈ ജീവിതങ്ങളെ വിട്ടുമാറുക, ശരീരങ്ങളിൽ നിന്ന് ഇറങ്ങി മാറുക. ഇവരുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, അതിൽ പരിശുദ്ധാത്മാവായിരിക്കേണ്ടത്. രോഗത്തിന് ഇരിക്കാൻ അനുവാദം നാമത്തിൽ ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ വിട്ടുമാറട്ടെ, കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ. അപ്പോൾ തന്നെ കർത്താവ് ഇന്ന് ഇത് കേട്ടവർ യേശുവിന് ജീവിതം കൊടുത്ത് സുനിൽ ബ്രദറിന്റെ കുടുംബം നരകം സ്വർഗമായതുപോലെ, അടിയന്റെ വീട് സ്വർഗമായതുപോലെ കർത്താവ് ഇടിരിക്കുന്ന ഓരോരുത്തരെയും, കുര്യൻ ബ്രദറിനെയും ജോസ് ബ്രദറിനെയും ഒക്കെ വിടുവിച്ച കർത്താവ്, അനുഗ്രഹം പകർന്ന കർത്താവ്, ആത്മഹത്യയിൽ നിന്ന് നമ്മുടെ ജോസ് ബ്രദറിനെ കർത്താവ് വിടുവിച്ചത് ആത്മഹത്യയിൽ നിന്ന് അല്ലേ? അനിയൻ ബ്രദർ എന്ന് പറയുന്ന ഹെവൻലി ഫീസ്റ്റിലെ അയൽവാസി ആ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അന്ന് വൈകിട്ട് എന്ത് ചെയ്യും? ചെയ്യാനിരുന്ന ഈ ജോസ് ബ്രദറിനെ വിടുവിച്ച കർത്താവെ, മക്കളെ വിടുവിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒന്ന് സൗമ്യ സുന്ദർ, സെലിബ്രേറ്റിംഗ് 41st ബർത്ത്ഡേ ടുഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സുന്ദർ ബ്രദർ ആൻഡ് കാർത്തികാസ്, ജോഷു ആൻഡ് ജോനാഥൻ, ഹെവൻലി ഫീസ്റ്റ് ടോർക്ക് UK അവരോട് ചെന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാ മാസവും എങ്ങനെങ്കിലും അവരൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യും. സുന്ദർ ബ്രദറെ, ഗോഡ് ബ്ലസ് യു. സ്തോത്ര. സൗമ്യ സിസ്റ്ററെ, പുതിയ വർഷങ്ങൾ വലിയ അനുഗ്രഹമായിരിക്കും. 2, യദു സുരേഷ്, സെലിബ്രേറ്റിംഗ് ഹിസ് ബർത്ത്ഡേ ടുഡേ. ബൈ ജയശ്രീ സുരേഷ്, ഹെവൻലി ഫീസ്റ്റ്, മങ്ക് ഓഫ് കുവൈറ്റ്. അറിയുന്നതാണോ? അറിയാം. സ്തോത്രം. ഹാപ്പി ബർത്ത്ഡേ ടു യു യദു സുരേഷ്. എല്ലാ അനുഗ്രഹങ്ങളും പുതുവർഷത്തിൽ ഞങ്ങൾ നേർന്ന് ബ്ലസ് ചെയ്യാണ്. അപ്പോൾ തന്നെ 3, തിമോത്തി ജോബിൻ, ന്യൂയോർക്ക്. ഈ കുഞ്ഞുണ്ടല്ലോ, ഒരു അത്ഭുത ശിശുവാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഫിലദൽഫിയ എന്ന് വിൽസം ബ്രദർ വിളിച്ചിരുന്നു. ഗ്രാൻഡ് സൺ ആണ്. ഈ പേര് അവരിട്ടു. ഈ കുഞ്ഞിന് ചെറുപ്പത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി, പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അമേരിക്കയിലുണ്ട്. ഞാൻ പറഞ്ഞ ആ കുഞ്ഞ് വിടുതലാവും, വലിയ വിഷയമായിരുന്നു. തിമോത്തി എന്ന് പേരിടണമെന്ന്. കൈക്കുഞ്ഞ്. എന്റെ ബ്രദറെ, തിമോത്തി എന്ന അവന്റെ പേരെന്ന്. യേശുവിന്റെ നാമത്തിൽ തിമോത്തി കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. അവന്റെ പ്രോഫറ്റ് ആയിരിക്കട്ടെ, ബ്ലെസ്സിംഗ് ആകട്ടെ, ഇൻ ജീസസ് നെയിം. ആമേൻ. സോ മറ്റന്നാൾ വൈകിട്ട് കാണണം. ബുധനാഴ്ച പകല് നമുക്ക് കോട്ടയത്ത് മീറ്റിംഗ് ഇല്ല. നെഹ്റു സ്റ്റേഡിയത്തിൽ ആദ്യ ഭാഗത്താണ് നമ്മുടെ സ്റ്റെല്ല ദിനകരൻ ആന്റിക്ക് ഓണറിങ് കൊടുക്കുന്നു. പോൾ ദിനകരൻ ആൻഡ് അവർ ടീമായിട്ട് ശുശ്രൂഷിക്കുന്നു, കുടുംബമായിട്ട് ശുശ്രൂഷിക്കുന്നു. നേരത്തെ എല്ലാവരും വരണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ തങ്കു ബ്രദറും ഞാനും റോണക്കും ബെന്നും നമ്മുടെ യൂത്ത് ടീമും എല്ലാം ശുശ്രൂഷിക്കും. ഈ പ്രാവശ്യത്തെ മീറ്റിംഗ് വലിയ ഡിഫറന്റ് ആയിരിക്കും. എല്ലാവരും ഇപ്പോഴെ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നാളെ അണ്ടർ ദ വിങ്സിൽ കർത്താവിനെ വെച്ച് വീണ്ടും കാണാം. ബ്ലസ് യു. ഇനിയുള്ള നാൾ പാഴാക്കാതെ അപ്പനായി വേല ചെയ്യും. ദൈവത്തിൻ സ്നേഹത്തിന്റെ